തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതുക. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതുക. 1. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. 2. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. 4. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷാ തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഓപ്ഷൻ എ 1ഉം 4ഉം, ഓപ്ഷൻ ബി 1ഉം 2ഉം, ഓപ്ഷൻ സി 2ഉം 4ഉം, ഓപ്ഷൻ ഡി 3ഉം 4ഉം. സെറിബ്രം മനുഷ്യരുടെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷാ തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷാ തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. 132 g കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. 132 g കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ 1 മോൾ, ഓപ്ഷൻ ബി 2 മോൾ, ഓപ്ഷൻ സി 3 മോൾ, ഓപ്ഷൻ ഡി 4 മോൾ. 132 g കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 3 മോൾ. 132 g കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 3 മോൾ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ RS ഗവായ്, ഓപ്ഷൻ ബി സഞ്ജീവ് ഖന്ന, ഓപ്ഷൻ സി BR ഗവായ്, ഓപ്ഷൻ ഡി DY ചന്ദ്രചൂഡ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി BR ഗവായ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി BR ഗവായ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹ സങ്കരമാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹ സങ്കരമാണ്? ഓപ്ഷൻ എ അൽനിക്കോ, ഓപ്ഷൻ ബി നിക്രോം, ഓപ്ഷൻ സി സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓപ്ഷൻ ഡി ഡൂറാലുമിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹ സങ്കരമാണ്? ഉത്തരം ഓപ്ഷൻ എ അൽനിക്കോ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹ സങ്കരമാണ്? ഉത്തരം ഓപ്ഷൻ എ അൽനിക്കോ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏത്? ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി അസ്റ്റലീൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകം. ഉത്തരം ഓപ്ഷൻ ബി അസ്റ്റലീൻ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി അസ്റ്റലീൻ. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏത്? പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏത്? ഓപ്ഷൻ എ ഡീപ്പ് മൈൻഡ്, ഓപ്ഷൻ ബി ചാറ്റ് ബോട്ട്, ഓപ്ഷൻ സി AlphaFold, ഓപ്ഷൻ ഡി ക്ലോഡ്. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി AlphaFold. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി AI ടൂൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി AlphaFold. അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? 1 പണിയ നൃത്തം, 2 പളിയ നൃത്തം, 3 ഇരുള നൃത്തം, 4 മംഗളം കളി, 5 മിതുവ നൃത്തം, 6 മലപ്പുലയ ആട്ടം. 1 പണിയ നൃത്തം, 2 പളിയ നൃത്തം, 3 ഇരുള നൃത്തം, 4 മംഗളം കളി, 5 മിതുവ നൃത്തം, 6 മലപ്പുലയാട്ടം. ഓപ്ഷൻ എ 1 3 5 2 4, ഓപ്ഷൻ ബി 6 3 2 4 5, ഓപ്ഷൻ സി 1 2 3 6 5, ഓപ്ഷൻ ഡി 1 2 3 4 6. അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1 2 3 4 6. 1 പണിയ നൃത്തം, 2 പളിയ നൃത്തം, 3 ഇരുള നൃത്തം, 4 മംഗളം കളി, 6 മലപ്പൊലയ ആട്ടം.
താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? 1 ഗുകേഷ് ഡി, 2 ഹർമൻപ്രീത് സിംഗ്, 3 പ്രവീൺ കുമാർ, 4 മനു ഭാക്കർ. ഓപ്ഷൻ എ 1 4, ഓപ്ഷൻ ബി 1 3 2, ഓപ്ഷൻ സി 2 3 4, ഓപ്ഷൻ ഡി 1 2 3 4. ഉത്തരം ഓപ്ഷൻ ഡി 1 2 3 4. എല്ലാവരും കൊടുത്തിരിക്കുന്നത് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. ഓപ്ഷൻ എ ഗോദാവരി ആർച്ച് പാലം, ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം, ഓപ്ഷൻ സി പാമ്പൻ റെയിൽവേ പാലം, ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ പാലം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. ഉത്തരം ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം. ചേരുംപടി ചേർക്കുക. 1 നിരീശ്വരൻ, എ വി ഷിനിലാൽ, 2 മീശ ഹരിത സാവിത്രി, 3 ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, സി എസ് ഹരീഷ്, 4 സമ്പർക്ക് ക്രാന്തി, ഡി വിജയ് ജെയിംസ്, ഇ എൻ എസ് മാധവൻ. ഓപ്ഷൻ എ 1 ഡി, 2 സി, 3 ഇ, 4 എ, ഓപ്ഷൻ ബി 1 എ, 2 സി, 3 ഇ, 4 ഡി, ഓപ്ഷൻ സി 1 ബി, 2 സി, 3 ഇ, 4 എ, ഓപ്ഷൻ ഡി 1 ഇ, 2 സി, 3 ബി, 4 എ. ഉത്തരം ഓപ്ഷൻ എ 1 ഡി, 2 സി, 3 ഇ, 4 എ. 1 നിരീശ്വരൻ, ഡി വിജയ് ജെയിംസ്, 2 മീശ, സി എസ് ഹരീഷ്, 3 ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, ഇ എൻ എസ് മാധവൻ, 4 സമ്പർക്ക് ക്രാന്തി, എ വി ഷിനിലാൽ. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി. ഓപ്ഷൻ എ വള്ളത്തോൾ പുരസ്കാരം, ഓപ്ഷൻ ബി വയലാർ അവാർഡ്, ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം, ഓപ്ഷൻ ഡി ഓടക്കുഴൽ അവാർഡ്. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി. ഉത്തരം ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി. ഉത്തരം ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? 1 ഭഗവത്ഗീത, 2 നാട്യശാസ്ത്രം, 3 രാമായണം, 4 യജുർവേദം. ഓപ്ഷൻ എ 1 3, ഓപ്ഷൻ ബി 2 4, ഓപ്ഷൻ സി 1 2, ഓപ്ഷൻ ഡി 3 2. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി 1 2. ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ഭഗവത്ഗീത, നാട്യശാസ്ത്രം. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഓപ്ഷൻ എ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, ഓപ്ഷൻ ബി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഓപ്ഷൻ സി ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ, ഓപ്ഷൻ ഡി സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഓപ്ഷൻ സി ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഓപ്ഷൻ സി ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. താഴെ പറയുന്നവയിൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് ഏത്? ഓപ്ഷൻ എ MySQL, ഓപ്ഷൻ ബി ഒറാക്കിൾ, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് അസസ്, ഓപ്ഷൻ ഡി ലിബ്രെ ഓഫീസ് ഇംപ്രസ്. താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ലിബ്രെ ഓഫീസ് ഇംപ്രസ്. താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ലിബ്രെ ഓഫീസ് ഇംപ്രസ്. ഡാഷ് ഒരു സ്വതന്ത്ര വിനിമയ നവ സാമൂഹിക മാധ്യമം ആണ്. ഡാഷ് ഒരു സ്വതന്ത്ര വിനിമയ നവ സാമൂഹിക മാധ്യമം ആണ്. ഓപ്ഷൻ എ ഡയസ്പോറ, ഓപ്ഷൻ ബി ഫേസ്ബുക്ക്, ഓപ്ഷൻ സി ട്വിറ്റർ, ഓപ്ഷൻ ഡി വാട്സപ്പ്. ഡാഷ് ഒരു സ്വതന്ത്ര നവ സാമൂഹിക മാധ്യമം ആണ്. ഉത്തരം ഓപ്ഷൻ എ ഡയസ്പോറ. ഡാഷ് ഒരു സ്വതന്ത്ര വിനിമയ നവ സാമൂഹിക മാധ്യമം ആണ്. ഉത്തരം ഓപ്ഷൻ എ ഡയസ്പോറ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ്
ഓപ്ഷൻ എ ചാറ്റ് GPT, ഓപ്ഷൻ ബി ഡീപ് സീക്ക്, ഓപ്ഷൻ സി ജെമിനി, ഓപ്ഷൻ ഡി ക്ലൗഡ്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഓപ്ഷൻ ബി ഡീപ് സീക്ക്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഉത്തരം ഓപ്ഷൻ ബി ഡീപ് സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ എ ബാംഗ്ലൂരു, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി അമരാവതി, ഓപ്ഷൻ ഡി പൂനെ. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി അമരാവതി. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി അമരാവതി. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. 1. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. 2. ക്യാബിനറ്റ് പേപ്പറുകൾ. 3. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകും. 4. മന്ത്രിമാരുടെ സമിതിയുടെ ചർച്ചകളുടെ രേഖകൾ. ഓപ്ഷൻ എ 2 മാത്രം, ഓപ്ഷൻ ബി 1 മാത്രം, ഓപ്ഷൻ സി ഇതൊന്നുമല്ല, ഓപ്ഷൻ ഡി 2ഉം 4ഉം മാത്രം. ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രം. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. 1. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? 1. 311, 2. 319, 3. 317, 4. 338. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 1. ഉത്തരം ഓപ്ഷൻ എ 4. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ 4, 338. ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഓപ്ഷൻ 1 പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, 2 ഏതൊരാൾക്കും, 3 പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം, 4 എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ 3 മാത്രം, ഓപ്ഷൻ ബി 4 മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ഡി 1 മാത്രം. ഉത്തരം ഓപ്ഷൻ ബി 4 മാത്രം. ഓപ്ഷൻ ബി 4 മാത്രം, എല്ലാം ശരിയാണ്. ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക്, ഏതൊരാൾക്കും, പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാജനം ചെയ്യപ്പെട്ട പ്രായം. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാജനം ചെയ്യപ്പെട്ട പ്രായം. 1. 15 വയസ്സിന് താഴെ, 2. 18 വയസ്സിന് താഴെ, 3. 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും, 4 ഇതൊന്നുമല്ല. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 4 മാത്രം, ഓപ്ഷൻ സി 2 മാത്രം, ഓപ്ഷൻ ഡി 3 മാത്രം. ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം. ഉത്തരം ഓപ്ഷൻ 2, 18 വയസ്സിന് താഴെ. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിപ്പിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്. 1. 173 റിപ്പോർട്ട്, 2. 283 റിപ്പോർട്ട്, 3. 144 റിപ്പോർട്ട്, 4. 212 റിപ്പോർട്ട്. ഓപ്ഷൻ എ 2 മാത്രം, ഓപ്ഷൻ ബി 4 മാത്രം, ഓപ്ഷൻ സി 3 മാത്രം, ഓപ്ഷൻ ഡി 1ഉം 2ഉം മാത്രം. ഉത്തരം ഓപ്ഷൻ എ 2 മാത്രം. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിപ്പിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്. ഉത്തരം ഓപ്ഷൻ എ 2 മാത്രം. 283 റിപ്പോർട്ട്. 283 റിപ്പോർട്ട്. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ഇറ്റലി. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ്. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ്. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം. ഓപ്ഷൻ എ ജർമ്മൻ, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി സെർബിയ, ഓപ്ഷൻ ഡി റഷ്യ. തീവ്ര പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം.
ഉത്തരം ഓപ്ഷൻ ഡി റഷ്യ. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം. ഉത്തരം ഓപ്ഷൻ ഡി റഷ്യ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു.